Hello everyone, Environmental Education, Unit 2, Natural Resources, Problems and Solutions. അപ്പോൾ അടുത്ത ടോപ്പിക് ആയിട്ടുള്ള എന്താണ് എനർജി റിസോഴ്സസ്. എനർജി റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ഈസ് നീഡഡ് ഫോർ എവറിത്തിങ് വി ഡു, കുക്കിംഗ്, ട്രാൻസ്പോർട്ടിംഗ്, ലൈറ്റിംഗ്, ഇൻഡസ്ട്രീസ്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു വർക്ക്. നമുക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം. അപ്പോൾ ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എന്ത് വിളിക്കുന്നത്? എനർജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ഓൺ അവർ പ്ലാനറ്റ് ഇൻ വെറൈറ്റി ഫോം. നമ്മുടെ പ്ലാനറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ എർത്തിൽ അത് പല രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? എനർജി ഉണ്ടായിട്ടുള്ളത്. വി യൂസ് എനർജി ഫോർ ഹൗസ് ഹോൾഡ് യൂസ്, അഗ്രികൾച്ചർ, പ്രൊഡക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, ട്രാൻസ്പോർട്ടേഷൻ എക്സെട്ര. നമ്മുടെ എനർജീസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്? അഗ്രികൾച്ചറിന്റെ, പിന്നെ പ്രൊഡക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, ഇൻഡസ്ട്രീസിന്റെ പ്രൊഡക്ഷൻസ് വേണ്ടിയിട്ട്, പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി. ഇതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എനർജി. All form of energy creates heat and contribute to atmospheric temperature, release carbon dioxide and lead to global warming. അപ്പോൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ our daily needs and develop activities. നമ്മുടെ എനർജി സോഴ്സസ് ആർ ദോസ് സോഴ്സ് വിച്ച് വി ഗെറ്റ് എനർജി ഫോർ our daily needs and develop activities. നമ്മുടെ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഡെയിലി നീഡ്സിന് എനർജി ഒക്കെ എന്താണ്? അതാണ് എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എനർജി എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനർജി റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഈ എനർജി നീഡഡ് ഫോർ എവറിത്തിങ് വി ഡു. നമുക്ക് എന്ത് ചെയ്യാൻ എന്ത് വേണം? എനർജി വേണം. ഇതിൽ തന്നെ എന്തുണ്ട്? ടൈപ്സ് ഓഫ് എനർജി ഉണ്ട്. എനർജി റിസോഴ്സസ് രണ്ട് ടൈപ്സ് ആണ്. ഒന്ന് റിന്യൂവബിൾ എനർജിയും ഒന്ന് നോൺ റിന്യൂവബിൾ എനർജി. റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Can be used again and again because they are naturally acquired. Renewable energy എന്ന് പറഞ്ഞാൽ naturally acquired ആണ്. നമുക്കത് പിന്നെയും പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പോൾ സോളാർ എനർജി ഫ്രം ദ സണ്ണിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സോളാർ എനർജി. വിൻഡ് എനർജി ഫ്രം മൂവിങ് എയർ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു റിന്യൂവബിൾ എനർജിന്റെ എക്സാമ്പിൾ ആണ്. Renewable energy is energy derived from natural source that are replenished high rated than they consume. അവർ കൺസ്യൂം ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? അവർ എനർജി തരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൺലൈറ്റ്, വിൻഡ്, ഇതിനൊക്കെ എന്താണ്? ഒരു എക്സാമ്പിൾ ആണ്. റിന്യൂവബിൾ എനർജി സോഴ്സ് ആർ പ്ലെയിൻഫുൾ ആൻഡ് ഓൾ ഓവർ അറൗണ്ട് us. നമ്മുടെ ചുറ്റുപാട് എന്തുണ്ട്? ഈ റിന്യൂവബിൾ എനർജി ഉണ്ട്. സസ്റ്റൈനബിലിറ്റി, എനർജി സെക്യൂരിറ്റി, ടെക്നോളജി അഡ്വാൻസ്മെന്റ്സ് ആർ ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിന്യൂവബിൾ എനർജി റിസോഴ്സ്. റിന്യൂവബിൾ എനർജി റിസോഴ്സസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്റ്റൈനബിലിറ്റി, അതുപോലെ എനർജി സെക്യൂരിറ്റി, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്, ഇതൊക്കെയാണ് റിന്യൂവബിൾ എനർജി റിസോഴ്സസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത എന്താണ്? നോൺ റിന്യൂവബിൾ എനർജി. നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ അവൈലബിൾ ഇൻ ലിമിറ്റഡ് എമൗണ്ട്. വൺസ് വി യൂസ് ദേ കനോട്ട് ബി റീപ്ലേസ് ക്വിക്ക്ലി. നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ലിമിറ്റഡ് എമൗണ്ടിൽ അവൈലബിൾ ആവുന്ന എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ റിന്യൂവബിൾ എനർജി. Comes from source that will run out or will not be replaced in our lifetimes or even many times. ഏതൊക്കെയാണ്? കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ എന്താണ്? ഒരു നോൺ റിന്യൂവബിൾ എനർജി. നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്തു എന്ന് കഴിഞ്ഞാൽ പിന്നെ അറ്റ് എ ടൈം ആ സ്പോട്ട് ഓക്കെ കോളൊക്കെ കുറേ ഉണ്ടാവും, പെട്രോളൊക്കെ. പക്ഷെ നമ്മൾ ഒരു വട്ടം അത് യൂസ് ചെയ്ത് പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാനോ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് പറ്റില്ല. പിന്നെ എനർജി നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസിനും ട്രാൻസ്പോർട്ടേഷനും ഇൻഡസ്ട്രീസും അഗ്രികൾച്ചർ, ഇതിനൊക്കെ എന്ത് വേണ്ടിയിട്ട് നമ്മൾ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം, റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. റിന്യൂവബിൾ എനർജി പറഞ്ഞാൽ ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. എൻവയോൺമെന്റൽ ഇമ്പാക്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, ഫൈനൈറ്റ് റിസോഴ്സ് ആർ ദി ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ റിന്യൂവബിൾ. നോൺ റിന്യൂവബിൾ എനർജിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? എൻവയോൺമെന്റൽ ഇമ്പാക്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, ഫൈനൈറ്റ് റിസോഴ്സ്, ഇതൊക്കെയാണ് എന്ത്? characteristics of non-renewable. In alternative energy resources എന്ന് പറഞ്ഞാൽ hydroelectric power എന്ന് പറഞ്ഞാൽ എന്താണ്? is electrical generated using the energy of flowing of falling water. നമ്മൾ വാട്ടറിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. അതൊരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. ബിക്കോസ് വാട്ടർ ഈസ് കണ്ടിന്യൂസ്ലി റിപ്ലേസ്ഡ് ബൈ ദ വാട്ടർ സൈക്കിൾ. അല്ലെ, നമ്മൾ വാട്ടറിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. വാട്ടർ സൈക്കിൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടർ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഹൈഡ്രോ ഇലക്ട്രിക് പവർ യൂസ് വാട്ടർ ഫ്ലോയിങ് ഡൗൺ നാച്ചുറലി ഗ്രേഡിയൻ ടേൺ ബൈ ടർബൈൻസ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ബൈ കൺസ്ട്രക്ടിങ് ഡാം. ഇപ്പൊ നമ്മൾ വാട്ടർ ഈസ് സ്റ്റോറഡ് ഡാം ഓർ റിസർവോയർ. നമ്മൾ ഡാമിലോ അല്ലെങ്കിൽ റിസർവോയറിൽ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്യും. അല്ലെ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ വാട്ടറിനെ നമ്മൾ സ്റ്റോർ ചെയ്യും.
ദ സ്റ്റോർ വാട്ടർ ഈസ് റിലേറ്റഡ് ഫ്ലോ ത്രൂ ദ ടർബൈൻസ്. ഇവിടെ എന്ത് ഇത് വെച്ചിട്ടുണ്ടാവും, ടർബൈൻസ് വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഈ വാട്ടറിനെ സ്റ്റോർ ചെയ്ത വാട്ടറിനെ റിലീസ് ചെയ്യുമ്പോൾ ഈ ടർബൈൻ കൂടെ എന്ത് ചെയ്യും, ഫോളോ ചെയ്ത് വരും. ദ മൂവിങ് വാട്ടർ സ്പിൻസ് ദ ടർബൈൻ. ആ വാട്ടറിന്റെ മൂവ്മെന്റ് കാരണം എന്ത് സംഭവിക്കും, ഈ ടർബൈൻ സ്പിൻ ആവും. ദ ടർബൈൻസ് ആർ കണക്ട് ടു ദ ജനറേറ്റർ വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഈ ടർബൈൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ജനറേറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടും. അതാണ് എന്ത്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന വാട്ടറിൽ നിന്ന് നമ്മൾ എനർജി ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഇപ്പൊ ഡാമിലോ അല്ലെങ്കിൽ റിസർവോയറിലോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിലൂടെ പോകും, ടർബൈനിലൂടെ ഫ്ലോ ചെയ്യും. എന്നിട്ട് ആ ടർബൈൻ എന്തിന് ഇതാക്കിയിട്ടുണ്ട്, ജനറേറ്ററിന് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഇലക്ട്രിസിറ്റി കിട്ടും. അതെന്താണ്, റിന്യൂവബിൾ ആൻഡ് ക്ലീൻ ആയിരിക്കും. നോ എയർ പൊല്യൂഷൻ, പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി. അതുപോലെ തന്നെ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി കിട്ടാൻ പറ്റും. ഡാംസ് ഹെൽപ്സ് കൺട്രോൾ ഫ്ലഡ്സ്. അതുപോലെ തന്നെ ഡാംസ് ഫ്ലഡിന് എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡ്രോബാക്ക് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ, എൻവയോൺമെന്റൽ ഇമ്പാക്ട്, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾസ്, ഡിപെൻഡൻസ് ഓഫ് റെയിൻഫോൾ, ലിമിറ്റഡ് സസ്റ്റൈനബിൾ ലൊക്കേഷൻ, ഹൈ ഇനീഷ്യൽ കോസ്റ്റ്, റിസ്ക് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, വാട്ടർ ഡിപെൻഡൻസി. ഇതൊക്കെ എന്താണ്, ഡ്രോബാക്സ് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ, ഹൈ കോസ്റ്റ് ബിൽഡ് ഡാംസ്. ഡാംസിനൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ കോസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ക്യാൻ കോസ് ഫ്ലഡിങ് ഓൺ നിയർ ബൈ ലാൻഡ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടല്ലേ, വാട്ടർ ഡാം ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചുറ്റുപറ്റുന്ന സ്ഥലങ്ങളൊക്കെ എന്ത് സംഭവിക്കും, എന്താണ്, വെള്ളം കൊണ്ട് നിറഞ്ഞ് ഫ്ലഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ അത് എവിടെയൊക്കെയാണ് ഉള്ളത്, കേരളത്തിലാണെങ്കിൽ ഇടുക്കി ഡാം. ഓക്കെ, കേരളത്തിൽ എവിടെയുള്ളത്, ഇടുക്കി ഡാമിലാണ് ഉള്ളത്. പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്തിൽ നോക്കുകയാണെങ്കിൽ സർദാർ സരോവർ ഡാം. ഓക്കെ, ഇത്ര അങ്ങനെ കുറച്ച് ഡാമുകളുണ്ട്. അടുത്ത എന്താണ്, സോളാർ എനർജി. സോളാർ എനർജി റെഫേഴ്സ് ടു എനർജി ഡിറൈവ്ഡ് ഫ്രം ദ സൺസ് റേഡിയേഷൻ. സണ്ണിന്റെ റേഡിയേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജിയാണ് എന്ത്, സോളാർ എനർജി. ഈസ് എനി ടൈപ്പ് ഓഫ് എനർജി ജനറേറ്റഡ് ബൈ ദ സൺ. സണ്ണ് ജനറേറ്റ് ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് എനർജി നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, സോളാർ എനർജി എന്ന് പറയാൻ പറ്റും. സോളാർ എനർജി is created by nuclear fusion that takes place in the sun. സണ്ണിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്തായിട്ട് നമുക്ക് കിട്ടുന്നത്, സോളാർ എനർജി ആയിട്ട് കിട്ടുന്നത്. സോളാർ എനർജി is the cleanest and most abundant renewable energy source available. സോളാർ എനർജി എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും അബൻഡന്റ് ആയിട്ടുള്ള റിന്യൂവബിൾ എനർജിയാണ് എന്ത്, സോളാർ എനർജി എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ കുറെ വീടുകളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, സോളാർ എനർജി വെച്ചിട്ടാണ് അല്ലെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അതിന് കുറെ ഗവൺമെന്റ് ഇപ്പൊ സബ്സിഡീസും കാരണം കുറെ പ്രോഗ്രാംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് സോളാർ എനർജി എന്തൊക്കെയാണ്, അബൻഡന്റ് ആൻഡ് അവൈലബിലിറ്റി, ക്ലീൻ ആൻഡ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണെന്നും ക്ലീൻ ആയിരിക്കും. റിന്യൂവബിൾ ആൻഡ് സസ്റ്റൈനബിൾ, ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ജോബ് ക്രിയേഷൻ ആൻഡ് എക്കണോമിക് ബെനിഫിറ്റ്സ്, എനർജി സെക്യൂരിറ്റി. ഇത്രയും കാര്യങ്ങളാണ് എന്ത്, ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബെനിഫിറ്റ്സ് ഓഫ് സോളാർ എനർജി. അടുത്ത എന്താടാ, ബയോമാസ് എനർജി. ബയോമാസ് എനർജി is energy obtained from the plant and animal material. അനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും മെറ്റീരിയലിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബയോമാസ് എനർജി എന്ന് വിളിക്കുന്നത്. ഇത് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ബിക്കോസ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ക്യാൻ ബി റിപ്ലേസ് നാച്ചുറലി. പ്ലാന്റ്സിനായാലും അനിമൽസിനായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാച്ചുറലി റിപ്ലേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇതിനെന്ത് വിളിക്കുന്നു, അത് റിന്യൂവബിൾ ആണ്. കോമൺ ബയോമാസ് മെറ്റീരിയൽ ഇൻക്ലൂഡ് വുഡ്, ക്രോപ്പ് വേസ്റ്റ്, ഇതല്ലേ. ഇപ്പോൾ നമ്മൾ വുഡ്, ബയോമാസ് can store chemical energy from the sun that is produced by plant through the photosynthesis. There are three ways to use biomass. It can be burned to produce heat and electricity. നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഹീറ്റും ഇലക്ട്രിസിറ്റിയും കിട്ടും. ചേഞ്ച് ടു ഗ്യാസ് ലൈക്ക് ഫ്യൂൽ സച്ച് as methane or change a liquid fuel. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നൊക്കെ കിട്ടുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ബയോമാസ് എനർജി ഉണ്ടാക്കുന്നത് പറഞ്ഞു. ഇതന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, 3 വേസിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ബേൺ ചെയ്യാൻ പറ്റുകയാണ്, നമുക്ക് ഹീറ്റും ഇലക്ട്രിസിറ്റി കിട്ടും. പിന്നെ അതിനെ ഗ്യാസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ, ഗ്യാസ് ആയിട്ട് നമുക്ക് അതിന് ടേൺ ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊക്കെയാ അതിന് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്, റിന്യൂവബിൾ ആൻഡ് വൈഡ്ലി അവൈലബിൾ ആണ് അല്ലെ. റിന്യൂവബിളും ആണ്, വൈഡ്ലി അവൈലബിൾ, കുറെ നമുക്ക് കിട്ടുമല്ലോ. റെഡ്യൂസ് വേസ്റ്റ് ബൈ യൂസിങ് ഓർഗാനിക് മെറ്റീരിയൽ. ഓർഗാനിക് മെറ്റീരിയലിന്റെ വേസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ലെസ് എയർ പൊല്യൂഷൻ കമ്പയർഡ് ടു കോൾ. കോളിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെസ് പൊല്യൂഷനേ ഉള്ളൂ. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്താ, റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് ബയോമാസ് ഫോർ ലാർജ് സ്കെയിൽ എനർജി. Cutting trees where fuel can cause deforestation. Burning biomass can still produce some smoke and gas അല്ലെ. അതൊക്കെയാണ് എന്താ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അടുത്ത എന്താണ്, ബയോഗ്യാസ്. ബയോഗ്യാസ് എന്താണ്, ബയോഗ്യാസ് is produced from plant material, animal waste, garbage അല്ലെ. നമ്മൾ വീട്ടിലൊക്കെ ബയോഗ്യാസ് ഇല്ലേ, എന്താണ്, ഒരു വേസ്റ്റ് കൂടി ഉണ്ടാക്കി അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേസ്റ്റ് ഒക്കെ, പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ല, മണ്ണിൽ അലിഞ്ഞു പോകുന്ന വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
നമ്മൾ ഡം ചെയ്തിട്ട് അത് എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടടാ, ഗ്യാസിലേക്ക് അല്ലെ. അങ്ങനെ നമുക്ക് സ്റ്റവിൽ കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, ഗ്യാസ് അല്ലെ. ഗ്യാസ് ലാഭിക്കാൻ പറ്റും അല്ലെ. ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഫിഷിംഗ് പ്രോസസ്സ്, ഡയറി, ഇവരൊക്കെ എന്താണ് വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഒരു കുഴിയിൽ എന്ത് ഇടാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ബാക്ടീരിയ brought down by bacteria and biogas plant producing methane gas for cooking and lighting. കുക്കിങ്ങിനും ലൈറ്റിനിങ് ഒക്കെ വേണ്ടി എന്ത് ഗ്യാസ് ഉണ്ടാക്കുന്നത്, മീഥേൻ ഗ്യാസ് ആണ്. In 1990s there were already 2.18 families in the India that used biogas. Okay, 1996 നോക്കുകയാണെങ്കിൽ 2.80 million ഫാമിലീസ് എന്ത് ചെയ്യുന്നുണ്ട്, ബയോഗ്യാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്മോൾ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് HP ഗ്യാസും LPG ഗ്യാസും ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല അല്ലെ. ഈ സാധനം വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി അവിടുന്ന് വേസ്റ്റ് കളക്ട് ചെയ്ത കുഴിയിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വേസ്റ്റ് മാനേജ്മെന്റും ആണ് അല്ലെ. അത് നമുക്ക് എന്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അടുത്തെന്താടാ, വിൻഡ് എനർജി. വിൻഡ് എനർജി ഈസ് ദ എനർജി പ്രൊഡ്യൂസ് ഫ്രം മൂവിങ് എയർ. എയർ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിൻഡ് എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ റിന്യൂവബിൾ ആൻഡ് ക്ലീൻ സോഴ്സ് ഓഫ് എനർജി. അത് റിന്യൂവബിളും അതുപോലെ തന്നെ ക്ലീനും ആയിട്ടുള്ള എനർജിയാണ്. ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെ വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ, വിൻഡ് ബ്ലോസ് ആൻഡ് മേക്സ് ദ ബ്ലേഡ്സ് ഓഫ് വിൻഡ് ടർബൈൻസ്. നമ്മൾ കണ്ടിട്ടില്ലേ കാറ്റാടി യന്ത്രം അല്ലെ. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഇഷ്ടം പോലെ കാറ്റാടി യന്ത്രങ്ങൾ ഉണ്ടാവും അല്ലെ. ഇതെന്ത് സംഭവിക്കുന്നത്, എയറിന്റെ വേഗത കൂടുമ്പോൾ ഈ ടർബൈൻ എന്ത് ചെയ്യും, കറങ്ങാൻ തുടങ്ങും. അങ്ങനെ ഈ ടർബൈൻ കറങ്ങുമ്പോൾ, ഈ ബ്ലേഡ് കറങ്ങുമ്പോൾ അത് കണക്ട് ടു ജനറേറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ജനറേറ്റർ എന്ത് കൺവേർട്ട് ചെയ്യും, മെക്കാനിക്കൽ എനർജി ടു സ്പിന്നിങ് ബ്ലേഡ്സ് ഇൻടു ഇലക്ട്രിസിറ്റി. ആ മെക്കാനിക്കൽ എനർജീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ ആൻഡ് ഡസ് നോട്ട് റൺ ഔട്ട്. ഇത് റിന്യൂവബിളും ആണ്, അത് റൺ ഔട്ട് ചെയ്യാൻ പറ്റും. നോ ഫ്യൂവൽ കോസ്റ്റ്, നോ എയർ പൊല്യൂഷൻ. ഒരു ഫ്യൂവൽ കോസ്റ്റും ഇല്ല, അതുപോലെ തന്നെ എയർ പൊല്യൂഷനും ഇല്ല. ക്യാൻ ബി യൂസ്ഡ് ഇൻ റിമോട്ട് ഏരിയാസ്. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്ന റിമോട്ട് ഏരിയാസിൽ തന്നെയാണ് അല്ലെ. പിന്നെന്താണ്, ക്യാൻ എഫക്ട് വിൻഡ് ഫാംസ് ക്യാൻ ബിൽഡ് ഓൺ ലാൻഡ് ഓർ ഓഫ് ഷെയർ ഇൻ ദ സീ. സീന്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ഈ വിൻഡ് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അടുത്തെന്താടാ, ഇതേപോലെയാണ് അതിന്റെ ഫിഗർ വരുന്നത് കേട്ടോ. ഇതേപോലെ നമ്മൾ ഈ പാലക്കാട് ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ ഒരു ഏക്കർ കണക്കിന് ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. ഇതിന് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നീഡ്സ് ലൊക്കേഷൻ വിത്ത് സ്ട്രോങ് സ്റ്റഡി വിൻഡ്. സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള വിൻഡ്സിന് നമുക്ക് കിട്ടണം. അപ്പോൾ ടർബൈൻ ക്യാൻ ബി നോയ്സി അല്ലെ. ഈ ഇത് കറങ്ങുമ്പോൾ ഈ വലിയ ഫാൻ കടന്നുമ്പോൾ കറങ്ങാൻ പോലെയാണ്. വലിയത് കറങ്ങുമ്പോൾ ഭയങ്കര നോയ്സി ആയിരിക്കും, അവിടെ അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അടുത്തെന്താണ്, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, റിന്യൂവബിൾ ആണ്, സസ്റ്റൈനബിൾ ആണ്, അബൻഡന്റ് റിസോഴ്സസ് ആണ്, എനർജി സെക്യൂരിറ്റി ആണ്, ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്, ജോബ് ക്രിയേഷൻ, എക്കണോമിക് ബെനിഫിറ്റ്. അടുത്തെന്താണ്, ടൈഡൽ ആൻഡ് വേവ് പവർ. ടൈഡൽ എനർജി എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ഫ്രം ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് സീ വാട്ടർ ഡ്യൂറിങ് ടൈഡ്സ്. ഇറ്റ്സ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് അല്ലെ. ടൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, തിരമാലകൾ അല്ലെ. അതിപ്പോ ഈ സീ വാട്ടറിനൊക്കെ ഉണ്ടാവുന്ന ടൈഡ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് റിന്യൂവബിൾ എനർജി ആണ്. Because tides can be a gravitational pull from the moon and sun which will continue forever. ഈ ടൈഡ്സിന് എന്തുണ്ട്, ഒരു ഗ്രാവിറ്റേഷൻ പുൾ ഉണ്ട് അല്ലെ. A dam or barrage is built across a narrow bay or estuary. When the tides come in, water is trapped behind the dam. അല്ലെ, ടൈഡ്സ് വരുമ്പോൾ ഡാമിൽ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ട്രാപ്പ് ചെയ്യും. When the tides goes out, the water is released through the turbines. The moving water spins are turbines which are connected to generate. ഈ മൂവ് ചെയ്യുന്ന വാട്ടർ എന്ത് ടർബൻസിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, അത് ഇലക്ട്രിസിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ടൈഡൽ പവർ ഇസ് ട്രാപ്ഡ് ബൈ പ്ലേസിംഗ് ബാരിയർ അക്രോസ് എനി ഫോഴ്സിംഗ് ആൻഡ് ടൈഡൽ ഫ്ലോസ് ടു പാസ് ത്രൂ ദ ടർബൈൻസ്. നമ്മൾ അതിനെ ടൈഡ്സ് വന്നതിന് നമ്മൾ എന്ത് ചെയ്യും, ട്രാപ്പ് ചെയ്തിട്ട് ടർബൈൻസിലൂടെ വിട്ടിട്ടായിരുന്നു നമ്മൾ എനർജി ഉണ്ടാക്കുന്നത്. ടൈഡൽ power station bring out about major ecological changes in sensitive ecosystem of coastal regions and can destroy the habitat and nesting place of water birds and invasive fishes. ഇത് വന്നോട് കൂടിയിട്ട് സത്യം പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുള്ളൂ. വർക്ക്സ് ഓൺലി ഇൻ ഏരിയ ഹൈ ടൈഡൽ റേഞ്ച്, ഹൈ കോസ്റ്റ് ബിൽ ടൈഡൽ. ഒരു ടൈഡൽ പവർ ഉണ്ടാക്കുന്ന ഹൈ കോസ്റ്റ് ആണ്. മെയിനായിട്ട് മറൈൻ ലൈഫും ഫിഷിംഗ് ആക്ടിവിറ്റീസിനും മറൈൻ ലൈഫിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത എന്താടാ, ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജി ഈസ് ദ എനർജി റിലീസ് ഫ്രം ദ nucleus of an atom during the process called nuclear fission or fusion. Nuclear energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൽ ഓഫ് ആൻ ആറ്റം ഡ്യൂറിങ് ഫ്യൂഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്യൂഷൻ ചെയ്തിട്ടോ എന്ത് ചെയ്യാണ്, ആറ്റംസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ ഇസ് എ ഫോം ഓഫ് എനർജി റിലീസ്ഡ് ഫ്രം ദ ന്യൂക്ലിയസ് ഓഫ് ദ കോഴ്സ് ഓഫ് ആൻഡ് മേഡ് അപ്പ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ്. ദിസ് സോഴ്സ് ഓഫ് എനർജി ക്യാൻ ബി പ്രൊഡ്യൂസ് ടു വേസ്. നമ്മൾ പറഞ്ഞ പോലെ ഫിഷനും ഫ്യൂഷൻ വെച്ചിട്ടും. When nucleus and of atoms split into several parts ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഫിഷൻ ആണ്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കൂടിച്ചേരാം. ഓക്കെ, കുറെ ആറ്റംസ് കൂടി ചേർന്ന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാക്കും, ആ ന്യൂക്ലിയറിന് എനർജി ഉണ്ടാക്കും. ഓക്കെ, how it works,
In the nuclear reactor, uranium fuel rods undergo fission and release the heat. This heat turns water into steam. The steam spin a turbine connected to a generator. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ന്യൂക്ലിയർ എനർജി. ഇന്ത്യ ഹാസ് 10 nuclear reactors and 5 nuclear power stations that produce 2% of India's electricity. പിന്നെ എന്താണ് പറഞ്ഞത്? The drawback of this, the road need to be changed periodically. ആ റോഡ് നമ്മൾ എന്ത് ചെയ്യണം? പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യണം. This has very adverse impact on the environment due to the disposal of nuclear waste. The reaction release very hot waste, water damage, aquatic ecosystem even though cooled by water system before it releases. The disposal of nuclear waste is become increasingly serious issue. Radioactive waste is dangerous and need to save. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞാൽ റേഡിയോആക്റ്റീവ് വേസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ. ഹൈ കോസ്റ്റ് ബില്ല മെയിൻറ്റെയിൻ ന്യൂക്ലിയർ പ്ലാന്റ്. ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ് കൂടുതലാണ്. പിന്നെ റിസ്ക് ഓഫ് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. എക്സാമ്പിൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഒന്ന് തമിഴ്നാട്ടിൽ പറയുകയാണെങ്കിൽ കുടകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റും അതുപോലെ കർണാടകയിൽ പറയുകയാണെങ്കിൽ കൈഗാൻ ന്യൂക്ലിയർ പവർ പ്ലാന്റും ഒക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ന്യൂക്ലിയർ എനർജി ഉള്ളത്. അടുത്ത എന്താണ്? എനർജി കൺസർവേഷൻ. എനർജി കൺസർവേഷൻ refers to the effort of made to reduce energy consumption. എനർജിന്റെ എക്സസ് ആയിട്ടുള്ള യൂസ് എന്ത് ചെയ്യുക? നമ്മൾ കുറച്ച് അതിനെ കൺസേർവ് ചെയ്യണം. അറ്റ് യൂസിങ് ലെസ് എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. Energy conservation can be achieved through increasing efficiency, energy use of reduced consumption from one renewable energy resource, preventing or reducing energy waste by using resource more. It is the most economical solution for energy shortage, recycle and replacement. Energy Conservation Bill 2001. Importance of energy conservation. Energy conservation importance എന്തൊക്കെയാണ്? Environmental benefits ഉണ്ടാവും, resource preservation ഉണ്ടാവും, cost saving, energy security, സസ്റ്റൈനബിലിറ്റി. ഇതാണ് എന്ത്? അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാ? ലാൻഡ് റിസോഴ്സസ് പറഞ്ഞിട്ടുണ്ട്, സോയിൽ ഇറോഷനും ഫോറസ്റ്റ് റിസോഴ്സും ഡിഫോറസ്റ്റേഷനും പറഞ്ഞിട്ടുണ്ട്, വാട്ടർ റിസോഴ്സസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മിനറൽ റിസോഴ്സസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഫുഡ് റിസോഴ്സസ്, എനർജി റിസോഴ്സസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കിയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.